വൈകുന്നേരം ആയപ്പോൾ ഒന്ന് വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. 6 മണിയൊക്കെ ആകുമ്പോൾ പോകാമെന്ന് പറഞ്ഞിട്ട് ഞാനും പിള്ളേരും ഒരുങ്ങി നിൽക്കാൻ തുടങ്ങി. കുറേ നേരമായി. എവിടെ പോകാൻ ഇറങ്ങിയാലോ അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. ഏറ്റവും ലാസ്റ്റ് റെഡിയായിട്ട് വരുന്ന ആളിക്കായാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇറങ്ങിയ സമയത്ത് തന്നെ മഴയായിരുന്നു. കല്ലമ്പലം എത്താറായപ്പോഴേക്കും ഭയങ്കര മഴയും അതുപോലെ കാറ്റുമായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്കൊന്ന് കടയിലൊക്കെ കയറാനുണ്ടായിരുന്നു. മഴയത്ത് എങ്ങനെ കയറും എന്നൊക്കെ ആലോചിച്ച് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ എന്തുകൊണ്ടാണോ എന്തോ അവിടെ എത്തിയപ്പോൾ മഴ ചെറുതായിട്ടൊന്ന് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ബേക്കറിയിലും ഫ്രൂട്ട്സ് കടയിലും ഒക്കെ കയറി. ഇറങ്ങാനൊന്നും നിന്നില്ല കേട്ടോ. ഫ്രൂട്ട്സ് കടയുടെ അവിടെ വന്നപ്പം അത്യാവശ്യം മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് നേരെ വീട്ടിലോട്ട് വെച്ച് പിടിച്ചു. ഇവിടെ വരുമ്പോൾ ആദ്യം എനിക്ക് ഇഷ്ടമുള്ളൊരു സംഭവമാണ് കേട്ടോ ഈ 2 കലണ്ടേഴ്സ്. അതൊന്ന് എൻ്റെ ബ്രദറും അതുപോലെ അനിയത്തിയുടെ ഫോട്ടോയാണ് കേട്ടോ. ഇവിടെ മിസ്സിംഗ് ആയിട്ട് ഒരാളുണ്ട്, എൻ്റെ ഫോട്ടോ. നമ്മുടെ 10-12 വർഷങ്ങൾക്ക് മുമ്പ് വീഡിയോ എടുത്ത സമയത്ത് ഇതുപോലെ കലണ്ടറും കാര്യങ്ങളൊന്നും തന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അന്നൊക്കെ സിസ്റ്റം വേറെ ആയിരുന്നല്ലോ. അത് മാത്രമല്ല എനിക്ക് ആൽബം ആയിരുന്നില്ല, വീഡിയോ ആയിരുന്നു. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ആലോചിക്കും എൻ്റെ ഫോട്ടോയും കൂടി കൊടുത്തിട്ട് ഇതേപോലെ കലണ്ടറാക്കി വെക്കണം എന്നൊക്കെ. പിന്നെ അങ്ങ് മടിക്കും കേട്ടോ. അപ്പോൾ ദേ ഇവിടെ ഷൈബ വെറുംചായക്കൊക്കെ വെള്ളം വെച്ചിട്ടുണ്ട്. വന്നതെന്തായാലും നന്നായി എന്ന് തോന്നിയത് ഈ ഒരു സംഭവം കണ്ടപ്പോഴാണ് കേട്ടോ. വീട്ടിൽ ആദ്യമായിട്ട് ഡ്രാഗൺ ഫ്രൂട്ട് പിടിച്ചതാണ്. ഒരു കുഞ്ഞി സംഭവം. ഇത് ചീത്തയായെന്ന് വിചാരിച്ച് പറിച്ചു വെച്ചതാണ് കേട്ടോ. ഇത് ആദ്യമായിട്ടാട്ടോ പിടിക്കുന്നത്. ഒരു കുഞ്ഞി ചെടിയാണ്, അതിൻ്റെ അകത്ത് ഒരു കുഞ്ഞി ഫ്രൂട്ട്. പക്ഷേ കണ്ടിച്ച് നോക്കിയപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ. നല്ല അടിപൊളിയായിട്ട് പഴുത്തിട്ട് നല്ല കളർ കേട്ടോ. ഈ ഒരു പിങ്ക് കളറ്. വൈറ്റ് ആയിരിക്കുമോ എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷേ അല്ല കേട്ടോ, നല്ല പിങ്ക് കളറായിരുന്നു. വൈറ്റിന് അത്യാവശ്യമൊന്നുമല്ലല്ലോ, ഒരു വികാരം ഇല്ലാത്തൊരു ഫ്രൂട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ വൈറ്റ്. പക്ഷേ പിങ്ക് നമ്മുടെ വീട്ടിലൊക്കെ ഉള്ളതിന് ചെറിയൊരു മധുരവും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ വീട്ടിൻ്റെ അടുത്തൊക്കെ ഉണ്ട് കേട്ടോ. അതിന് മുമ്പ് നമ്മൾ അവിടെ നിന്നൊക്കെ വാങ്ങി കഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് ചെറിയൊരു മധുരമൊക്കെ ഉണ്ട്. ഇതിന് മധുരം ഉണ്ടാവുമോ ഇല്ലയോ എന്നൊക്കെ ഉള്ളൊരു ഡൗട്ടായിരുന്നു. ശരിക്കും ഇത് ഒടിഞ്ഞു പോയി, ചീത്തയായി പോയി എന്നൊക്കെ അമ്മച്ചി പറഞ്ഞതാണ് കേട്ടോ. പക്ഷേ സംഭവം റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് പഴുത്ത് ആ കളർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഭയങ്കര പ്രഷ്യസ് ആയിട്ട് നമുക്ക് കട്ട് ചെയ്ത് എടുക്കാനായിട്ട് പറ്റുള്ളൂ. വീട്ടിൽ മെമ്പേഴ്സിൻ്റെ എണ്ണം കൂടുതലാണെങ്കിൽ കഴിക്കാൻ കിട്ടില്ല എന്ന് തന്നെ പറയാം കേട്ടോ. അപ്പോൾ ഇത് കഴിക്കാനുള്ളൊരു ഭാഗ്യം എനിക്കും പിള്ളേർക്കും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് കറക്റ്റായിട്ട് ഇന്ന് തന്നെ നമ്മൾ വീട്ടിൽ വന്നതെന്ന് വെച്ച് പറയുകയും ചെയ്തു. അപ്പോൾ അത് എടുത്തിട്ടുണ്ട്. ബാക്കി ഇത്ര ഭാഗം തൊലിയിലിരുന്നത് ഞാൻ അങ്ങ് കഴിച്ചു കേട്ടോ. ഭയങ്കര ടേസ്റ്റായിരുന്നേ. ഭയങ്കര ടേസ്റ്റ് മീൻസ് മധുരം ഉണ്ടായിരുന്നു അതിന്. ഇതിൽ തന്നെ നമുക്ക് ആ ഒരു മധുരം ഫീൽ ചെയ്യുന്നത് കിട്ടുമ്പോൾ നല്ലൊരു എന്തിനാണ് ഒരു നല്ല ഗുഡ് ഫീൽ. അത് തന്നെ സംഭവം. അപ്പം ഞാൻ എന്നെ കുട്ടി കുട്ടി പീസസ് ആയിട്ട് കട്ട് ചെയ്തു എല്ലാവർക്കും കൊടുത്തു കേട്ടോ. പിന്നെ അമ്മച്ചി എനിക്ക് ഒരു പഴംപൊരി തന്നിട്ടുണ്ടായിരുന്നു. ഇന്നൊരു കല്യാണത്തിന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ വയറ്റിൽ സ്ഥലമൊന്നും ഉണ്ടായിരുന്നില്ല. ഈ ഒരു പഴംപൊരി നമ്മൾ 3 പേരും കൂടി ഷെയർ ചെയ്ത് കഴിച്ചു കേട്ടോ. മട്ടൻ ബിരിയാണിയും ചിക്കൻ ഫ്രൈയും ഒക്കെ ആയിട്ട് ഇന്ന് ഉച്ചയ്ക്ക് കുറച്ച് ഹെവി ഫുഡായിരുന്നു. അതുകൊണ്ട് സത്യം പറഞ്ഞാൽ വയറുവേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് കുറച്ച് നമ്മൾ 3 പേരും കൂടി ഷെയർ ചെയ്ത് കഴിച്ചു. ഇവിടെ വന്നാൽ റൈഹു സ്ഥിരം കാണുന്നൊരു സംഭവമാണ്. അതെ ഇപ്പം ഞാൻ കാണിച്ചു തരാം. ഇതിൽ കാണാൻ പറ്റുന്നില്ല അല്ലേ? ഞാൻ ബാക്ക് ക്യാമറയിൽ കാണിച്ചു തരാം. അതായത് യൂട്യൂബിൽ കണക്ട് ചെയ്തിട്ട് ഗെയിമാണെന്ന് തോന്നുന്നു കേട്ടോ. എനിക്കിതിനെക്കുറിച്ച് വലിയ ധാരണയില്ല. ഈ ഒരു സംഭവം മൈൻക്രാഫ്റ്റ് എന്ന് പറഞ്ഞിട്ടാവും കണ്ടുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ. ഒരു 10 മണിയൊക്കെ ആയപ്പോഴേക്കും മിക്ക വന്നു. തിരിച്ച് നമ്മൾ വീട്ടിലോട്ട് ഇറങ്ങി. ആ സമയത്തും നല്ല മഴയായിരുന്നേ. കല്ലമ്പലമൊക്കെ എത്തിയപ്പോൾ ചെറുതായിട്ടൊന്ന് തോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ആറ്റിങ്ങ റോഡിൽ കുറച്ച് നേരത്തേക്ക് കടയിലാണ്ട് പോകാനുണ്ടായിരുന്നു. വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ വീട്ടിൻ്റെ അവിടെ വന്നു. പുട്ടുപൊടിയൊക്കെ മാമിയുടെ കടയിൽ നിന്ന് വാങ്ങിച്ച് വീട്ടിലോട്ട് പോയി.